ചേട്ടാ പന്തളം നഗരസഭയില് UDF ചിത്രത്തിലേ ഇല്ലല്ലോ. പന്തളം നഗരസഭയിലെ ജനങ്ങളുടെ മനസ്സിലാണ് UDF. നഗരസഭയിൽ ആകെ 5 സീറ്റല്ലേ ഉള്ളൂ. ഞങ്ങൾ 5 പേര് 50 പേർക്ക് തുല്യമായിരുന്നു. എന്റെ പൊന്നിയേച്ചി 10 സീറ്റ് തിരിച്ചു പിടിക്കുന്നു എനിക്ക് തോന്നില്ല. ആ 10 അല്ല 25 സീറ്റാണ്. 5 × 5 25. ശബരിമല വിഷയമൊന്നും നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തില്ല. ആര് പറഞ്ഞു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ആദ്യം സമരം തുടങ്ങുന്നത് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. സ്വർണ്ണമോഷണം നടന്നത് അത് ആരാണ്? വാസു ആരാണ്? പന്തളത്ത് BJP എന്നെ അധികാരത്തിൽ തുടങ്ങി. ഇവിടെ എന്ത് വികസനമാണ് ഈ BJP ഇവിടെ കൊണ്ടുവന്നത്? 5 വർഷം അവരല്ലേ ഭരിച്ചേ. 5 വർഷം ഭരിച്ച BJPക്ക് 5ാം വാർഡിൽ സ്ഥാനാർത്ഥിയായില്ല. നാട്ടുകാർക്ക് ഇപ്പോഴും അറിയാം നിങ്ങൾ തമ്മിൽ തല്ലാണെന്ന്. അത് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ നല്ലതാണ്. ഈ ശബരിമല വിഷയത്തിന് ശേഷമാണ് LDFന് തുടർ ഭരണം കിട്ടിയത്. ഇത്തവണ LDF പന്തളം നഗരസഭ തിരിച്ചു പിടിക്കും. ഇവിടെ LDFക്ക് യാതൊരു പ്രാധാന്യമില്ല. LDF ഇവിടെ വാഷ് ഔട്ട് ആയി കഴിഞ്ഞു. പന്തളം നഗരസഭ ഇത്തവണ LDF കിട്ടൂലല്ലേ. പന്തളം മുനിസിപ്പാലിറ്റി ഭരണം LDF 100 വട്ടം വിളിക്കും. ചേട്ടാ തെറ്റ് നിങ്ങൾക്ക് പറ്റിയോണ്ടാ ജനങ്ങൾ നിങ്ങളെ മാറ്റി. ശബരിമല വിഷയത്തിൽ ഈ സർക്കാരാണ് ശരിയെന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഈയിടെ സംഗമമൊക്കെ നടന്നപ്പോ പൊതുജനങ്ങൾക്ക് അത് ബോധ്യമായിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന നഗരസഭയും കൊണ്ട് കളഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയെന്ന് വിചാരിച്ചാൽ ഇനി തിരിച്ചു കിട്ടത്തില്ല. കണിശമായിട്ടും കിട്ടും. ഇപ്രാവശ്യം കിട്ടിയിരിക്കും. സ്വർണ്ണക്കൊള്ള കേസിലെ നിങ്ങൾക്ക് ഇത്തവണയും തിരിച്ചടി ഉണ്ടാവും. ഞങ്ങള് പങ്കാളികളല്ല. ഞങ്ങളുടെ മടിയിൽ കനമില്ല. ഞങ്ങളാണത് പുറത്തു കൊണ്ടുവന്നത്. അത് സപ്പോർട്ടായിട്ട് വരും. ചേട്ടാ പന്തളം കൊട്ടാരം ഇവിടെ അല്ലേ അയ്യപ്പ സംഗമം നടത്തിയപ്പോ അവിടുന്ന് ആരെയും കണ്ടില്ല. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് സമാന്തരമായിട്ടല്ലേ ഇവിടെ സംഗമം നടന്നത്. ഇവിടെ നടന്ന സംഗമം പൊളിയായിരുന്നു. വേറും പൊളിഞ്ഞു പോയിരുന്നു. UDFന് നല്ല സ്ഥാനാർത്ഥികളല്ലേ. ചെറുപ്പക്കാരെ ഞങ്ങൾ നിർത്തിയേക്കുന്നത്. ജയിക്കുമെന്നുള്ള നല്ല ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. കോൺഗ്രസിന്റെ സമരമൊക്കെ ഇപ്പൊ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെ എന്ത് സമരം? എവിടെയെങ്കിലും ഒരു സമരമുഖത്തുണ്ടോ? ചേട്ടാ ഇത്തവണയും പന്തളം നഗരസഭയിൽ BJP ആയിരിക്കും. 14-ാം തീയതി ഇവിടെ പന്തളത്ത് വീണ്ടും നമുക്ക് കാണാം. ചേട്ടോ പന്തളം നഗരസഭയിൽ ഇത്തവണ BJP തോക്കുന്നതോ. 33 സീറ്റ് 27 പിടിക്കും. ഇത് ബീഹാറല്ല, ഇത് കേരളം. ഇതെല്ലാവർക്കും അങ്ങനെ അവിശ്വാസം വന്നപ്പോഴേ നിങ്ങളെ പാർട്ടിയിലുള്ള ഒരാളല്ലേ ഇപ്പോഴത്തെ അവിശ്വാസം ഞങ്ങൾ വിജയിച്ചില്ലേ. നിങ്ങളെ ശബരിമല വിഷയം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഭരണം കിട്ടിയത്. സ്വർണം കക്കാൻ ഇവർക്ക് സ്വർണം കക്കാനേ അറിയുള്ളൂ. സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അവർ ചവിട്ടി പിടിക്കുകയാണ്. സർക്കാർ എന്തിനാ ചവിട്ടി പിടിക്കണേ? ആൾക്കാരെ മൊത്തം കട്ടോണ്ട് പോയത്. സ്വർണ്ണം എവിടെ കണ്ടോ അവർ അപ്പ കമന്ന് വീഴും. നിങ്ങൾ ഈ 5 വർഷം ഭരിച്ചില്ലേ? ഫുള്ള് തമ്മിലടി അല്ലായിരുന്നു ചേട്ടാ. ഒരു തമ്മിലടിയില്ല. നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എപ്പോഴും ഇതിനെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അടി കൂടുമ്പോ പിന്നെ നമ്മൾ വാർത്ത കൊടുക്കണം. ഇത് നഗരസഭയിലെ കാര്യമാണ്. UDFന് നല്ല സ്ഥാനാർത്ഥികൾ അവർ സീറ്റ് കൂട്ടും. UDFന് ഇവിടെ സ്ഥാനാർത്ഥിയെ കിട്ടിയ ചേട്ടാ LDF ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കും. ഇല്ല, പിടിക്കത്തില്ല. LDFും UDFും ഒന്നിച്ച് നിന്നാ പോലും ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും. ശരി നമുക്ക് വോട്ടെണ്ണമാവും കാണാം.